ഗജാനനം ഭൂതഗണാതിസേവിതം കവിദ്ധജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. യാ കുന്ദേന്ദു തുഷാരഹാരധവള യാ ശുഭ്രവസ്ത്രാവൃത യാ വീണാവരദണ്ഡമണ്ഡിതപരാ യാ ശ്വേതപദ്മാസന യാ ബ്രഹ്മാർച്ചുത ശങ്കരപ്രഭൃതിഭിർദേവൈ സദാ പൂജിത സാ മാം പാതു സരസ്വതീ ഭഗവതി നിശേഷജാഡ്യാപഹ. ഓം ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗഭർധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. സശങ്കചക്രം സകിരീടകുണ്ഡലം സപീതവസ്ത്രം സരസീരുഹേഷണം സഹാരവക്ഷസ്ഥല കൗസ്തുഭശ്രിയം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം. യസ്യ സ്മരണമാത്രേണ ജന്മസംസാരബന്ധനാത് വിമുച്യതേ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ നമ. സമസ്ത ഭൂതാനാം ആദിഭൂതായ ഭൂഭൃതേ അനേകരൂപ അരൂപായ വിഷ്ണവേ പ്രഭവിഷ്ണവേ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമുക്കിന്ന് മരുത്തുക്കളുടെ ഉൽപ്പത്തിയാണ്. പിന്നെ അതായത് കഴിഞ്ഞ തവണ നമ്മൾ വായിച്ചത് ഉപാഖ്യാനം, ചിത്രകേതു ഉപാഖ്യാനം. അത് തീർന്നിട്ട് ഇനി മരുത്തുക്കളുടെ ഉൽപ്പത്തിയെ പറ്റിയാണ് വായിക്കുന്നത്. മരുത്തുക്കളുടെ എന്ന് വെച്ചാൽ ദേവന്മാർ ഇന്ദ്രനെ സഹായിപ്പാനായി മരുത്തുക്കൾ എങ്ങനെ വന്നു എന്നാണ് ഇവിടെ ഇത് പറയും. അത് നമുക്ക് വായിക്കാം. വിശ്വരൂപാദി കഥകളെല്ലാം അരുളി ചെയ്ത് ആദിത്യന്മാരുടെ വംശവും വിസ്തരിച്ചുള്ളതെല്ലാം ചുരുക്കി പറഞ്ഞ് യുദ്ധം അറിയിച്ച ശേഷം ദിതിയുടെ സന്തതി ചൊല്ലാം. ഹിരണ്യാക്ഷനും പുനരന്തരാ പിന്നെ ഹിരണ്യകശിപുവും ഉണ്ടായി ചമഞ്ഞതിൽ പ്രഹ്ലാദനാദിയായി ഉണ്ടായതേറ്റം അസുരകൾ ഊഴി ഭൂമി. ഈ ഭൂമിയിൽ പ്രഹ്ലാദനാദിയായിട്ടുള്ളവരെല്ലാം ഒത്തിരി അസുരന്മാർ ഉണ്ടായി ഭൂമിയിൽ. അതിൽ ഹിരണ്യാക്ഷനുണ്ട്, ഹിരണ്യകശിപുണ്ട്, അദ്ദേഹത്തിൻ്റെ മകനാണ് പ്രഹ്ലാദൻ. എന്നിട്ടിവിടെ വിശ്വരൂപാദി കഥകളെല്ലാം ഇവിടെ അരുളി ചെയ്ത് ആദിത്യന്മാരുടെ, കാരണം നമ്മളിവിടെ വംശത്തെ പറ്റി പറഞ്ഞായിരുന്നല്ലോ. ദക്ഷ പ്രജാപതിയുടെ സന്തതികൾ 10,000 പേര് സന്യാസിമാരായി, 1000 പേര് പിന്നെ വന്നു, അവരും സന്യാസിമാരായി. അങ്ങനെ നാരദനുമായിട്ട് വിരോധമായി. നാരദ മഹാമുനിയാണല്ലോ വേദോപദേശങ്ങളെല്ലാം കൊടുക്കുന്നത്. അവസാനം വീണ്ടും കുറേ പെൺമക്കൾ പ്രജകൾ വീണ്ടും ഉണ്ടായി. അവരിലാണ് ഒരാൾക്ക് 12 ആദിത്യന്മാർ. പിന്നെ അത് ദിതിക്കാണെങ്കിലോ ഹിരണ്യാക്ഷനും ഇങ്ങനെയുള്ള ഹിരണ്യകശിപുവും ഇങ്ങനെയുള്ള അസുരന്മാർ. അപ്പം അതിഥിക്കും ദിതിന്ന് 2 പെണ്ണുങ്ങളാണ്. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ പിന്നെ കുറേ ആൾക്കാർക്ക് നാഗങ്ങൾ, ഈ ലോകത്തുള്ള ക്രൂരമൃഗങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാം അങ്ങനെ ഉണ്ടായതാണെന്ന് നമ്മൾ വായിച്ച് പഠിച്ചു. ഇനിയിപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, ഇവിടെ ദിതിക്ക് ഒരാഗ്രഹം എന്താ, ഈ ഭഗവാൻ ഇന്ദ്രനോട് ചേർന്നതും കൊണ്ട് ഈ പ്രഹ്ലാദൻ്റെ അച്ഛനായ ഹിരണ്യകശിപുവിനെയും ഹിരണ്യാക്ഷനെയും അവർ ജ്യേഷ്ഠനും അനിയനാണല്ലോ, അത് ദിതിയുടെ മക്കളാണ്. അവരെയൊക്കെ വധിച്ചതിൻ്റെ പേരിൽ ദിതിക്ക് ഒരു തനയനുണ്ടാകണം. ഇവരെല്ലാം ഇന്ദ്രനെ വധിക്കത്തക്കവണ്ണമുള്ളൊരു അതിഭയങ്കര ശക്തിശാലിയായ ഒരു മകനെ വേണം. അതിന് വേണ്ടിയിട്ടിവിടെ ഉള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. നമുക്ക് വായിക്കാം.
വിശ്വരൂപാദി കഥകളെല്ലാം അരുളി ചെയ്തത് ആദിത്യന്മാരുടെ വംശവും വിസ്തരിച്ചുള്ളതെല്ലാം ചുരുക്കി പറഞ്ഞ് കഴിഞ്ഞ തവണ നമ്മൾ വായിച്ചല്ല അതായിരുന്നു. ആ ചുരുക്കി പറഞ്ഞ് യുദ്ധം അറിയിച്ച ശേഷം ദിതിയുടെ സന്തതി ചൊല്ലാം. ഇനി ദിതിയുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ആരാ? ഹിരണ്യാക്ഷനും പുനരന്തരാ പിന്നെ ഹിരണ്യകശിപുവും ഉണ്ടായി ചമൻ അതിൽ പ്രഹ്ലാദനാദിയായി ഉണ്ടായതേറ്റം അസുരകൾ ഊഴിയിൽ കുറേ അസുരന്മാരിങ്ങനെ ഉണ്ടായി ഭൂമിയിൽ. രണ്ടാമതങ്ങ് ദിതിക്ക് തനയരായി ഉണ്ടായത് ഇന്ദ്രസഹന്മാർ മരുത്തുകൾ. അപ്പോൾ ആദ്യം ഉണ്ടായതെല്ലാം ദൈത്യന്മാർ, അതായത് അസുരന്മാരായിരുന്നു. ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും ഒക്കെ. പ്രഹ്ലാദൻ ദൈവഭക്തനാണെങ്കിലും അവരുടെ മക്കളാമോ അസുരനാണല്ലോ. ഇപ്പം രണ്ടാമത് ദിതിക്ക് എങ്ങനെ വന്നു തനയര് മരുത്തുകൾ? അത് ഒരേ ഒരു മകന് വേണ്ടി അവർ വ്രതം നോക്കിയിരുന്ന് കിട്ടിയ ഒരു മകനെ പ്രസവിച്ചില്ല. ഉള്ളിൽ വെച്ച് ഉദരത്തിൽ വെച്ച് തന്നെ ഇന്ദ്രൻ ആ പിണ്ടത്തെ ഖണ്ഡിച്ചു, ഖണ്ഡമാക്കി. അങ്ങനെയാണ് അവർ മരുത്തുകളായത്. അത് ഇതിൽ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. അങ്ങനെ എന്താ പറയുക? രണ്ടാമത് ദിതിക്ക് തനയരായി, അത് മക്കളായി ഉണ്ടായത് ഇന്ദ്രസഹന്മാർ മരുത്തുകൾ. മരുത്തുകൾ വെച്ചാൽ ദേവന്മാർ. ആദ്യം അവരുടെ മക്കളെല്ലാം അസുരന്മാരായിരുന്നു. രണ്ടാമത് വന്നത് ഇങ്ങനെ വന്നു. അങ്ങനെ തനയര് മരുത്തുകളായി വന്നു. മരുത്തുകൾ വെച്ചാൽ ദേവന്മാരെന്നർത്ഥം. മുന്നം മുകുന്ദൻ, അതായത് ഭഗവാൻ കൃഷ്ണൻ അൽ നാരായണൻ പുരന്തര ബന്ധുവായി നിന്നു. പുരന്തരൻ ഇന്ദ്രനാണ്. അപ്പോൾ പുരന്തരൻ്റെ ബന്ധുവായി ആര് നിന്നു? മുന്നം മുമ്പ് ഭഗവാൻ നാരായണൻ മുകുന്ദൻ. അപ്പോൾ ഈ മുകുന്ദൻ എന്ന് പറയുന്ന ഭഗവാൻ പുരന്തര ബന്ധുവായി നിന്നു. ഹിരണ്യാക്ഷനെയും അനന്തരം കൊന്ന് ഹിരണ്യകശിപുവെ തന്നെയും അന്ന് അത് കണ്ട് ദുഃഖം പൂണ്ടു. ആര്? ദിതി. ദിതിയുടെ മക്കളാണല്ലോ ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും. അപ്പോൾ ആർക്കൊത്തു നിന്ന് ഭഗവാൻ ചെയ്തെന്നാ അവർ പറയുന്നത്? ഭഗവാൻ നാരായണൻ പുരന്തര ബന്ധുവായി നിന്ന്, ഇന്ദ്രൻ്റെ ബന്ധുവായി നിന്നും കൊണ്ടാണ് ഇങ്ങനെ ചെയ്യിച്ചതെന്നാണ് ഇവിടെ ദിതി പറയുന്നത്. അതുകൊണ്ട് എന്തു വേണമെന്നാ? അന്ന് അത് കണ്ട് ദുഃഖം പൂണ്ട് ഈ ദിതി. മക്കളെല്ലാം ഇങ്ങനെ ഹിരണ്യാക്ഷനൊക്കെ ഇങ്ങനെ വധിച്ചതുകൊണ്ട്, ഭഗവാൻ വധിച്ചതുകൊണ്ട്, വധിക്കാൻ കാരണങ്ങളുണ്ടായിരുന്നല്ലോ. അത് നമ്മൾ വായിച്ചിട്ടുണ്ട്. പ്രഹ്ലാദൻ്റെ, അതായത് സ്വന്തം മകനെ ഭഗവാനെ, അത് ശത്രുവായ ഭഗവാൻ നാരായണനെ പ്രാർത്ഥിക്കുന്നത് ഇഷ്ടമല്ല പിതാവിന്, ഹിരണ്യായ നമ എന്ന് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞ് അത് കേൾക്കത്തില്ല കുട്ടി. അങ്ങനെയാണ് അതിനെ വധിക്കാൻ പിതാവ് ഒരുങ്ങുന്നത്. അതുകൊണ്ട് പിന്നെ ഭഗവാൻ നിവർത്തില്ലാഞ്ഞിട്ടാണ് കുട്ടിയെ ഒരുപാട് ദ്രോഹം ചെയ്തതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ നരസിംഹമൂർത്തിയായി വന്ന് ഹിരണ്യകശിപുവിനെ വധിച്ചത്. ഹിരണ്യാക്ഷനും അതുപോലെ ഭൂമിയും കൊണ്ട് എടുത്തുകൊണ്ട് പാതാളത്തിലേക്ക് കൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ചില്ലേ? അതുകൊണ്ടാണ് പന്നിയായി വന്ന് ഭഗവാൻ ഹിരണ്യാക്ഷനെ. അപ്പോൾ അവരുടെ ദുഷ്പ്രവൃത്തി കൊണ്ടാണ് ഭഗവാൻ അങ്ങനെ ചെയ്തതെന്നുള്ളത് ഇതിൽ വരുത്തുന്നില്ല. നമ്മൾക്കത് വായിച്ചതുകൊണ്ട് അറിയാമല്ലോ. അപ്പം ഇങ്ങനെ എല്ലാവരെയും കൊന്നത് കൊണ്ട് ഇന്ദ്രൻ കാരണമാണ്. അതുകൊണ്ട് ഇന്ദ്രനെ വധിക്കാൻ വേണ്ടി ഒരു പുത്രൻ വേണം. ആർക്കാ? ദിതിക്ക്. അപ്പോൾ ഹിരണ്യാക്ഷനെയും അനന്തരം കൊന്ന് ഹിരണ്യകശിപുവെ തന്നെയും അന്ന് അത് കണ്ട് ദുഃഖം പൂണ്ടു ദിതി തന്നുടെ പുത്രരെ കൊല്ലിച്ചൊരു ഇന്ദ്രനെ കൊന്നിടുവാൻ എനിക്കിന്നൊരു നന്ദനൻ വന്നുളവാകണമെന്നുള്ള ചിന്തയാ തന്നുടെ വല്ലഭനാകിയ കശ്യപൻ തന്നെ പ്രസന്നനാക്കി ചമച്ചാതരാൽ. അങ്ങനെ ഭർത്താവായ കശ്യപനോട് ദിതി പറഞ്ഞു, പ്രസന്നനാക്കി സന്തോഷമാക്കിയിട്ട് പറയുന്നു, എനിക്ക് ഇന്ദ്രനെ വധിക്കത്തക്ക ഒരു തനയൻ വേണം. അത്രത്തോളം അത്രമാത്രം ശക്തിശാലിയായ ഇന്ദ്രനെ കവർ ചെയ്യണമെങ്കിൽ ഇന്ദ്രനേക്കാളും ബലമുള്ളവൻ വേണമല്ലോ. അപ്പം അങ്ങനെയുള്ളൊരു തനയനെ, ഒരു മകനെ വേണമെന്നും പറഞ്ഞ് വല്ലഭനാകിയ ഭർത്താവായ കശ്യപനോട് ചെന്ന് പ്രസന്നനാക്കിയിട്ട് പറഞ്ഞു ഈ ദിതി. പുത്രനെ പ്രാർത്ഥിച്ച കാലത്ത് കശ്യപൻ എത്രയും ആത്മനി രാസതാപങ്ങളാൽ ദുർധരമായ വ്രതം ധരിച്ചിടുവാൻ ധൃതി പൂണ്ട് അരുളി ചെയ്ത് ഈ ദൃശം. അങ്ങനെ ഇദ്ദേഹം അപ്പോഴെന്തു പറഞ്ഞു കൊടുത്ത് ദിതിക്ക്? വ്രതം, ഒരു നല്ലൊരു വ്രതം പിടിക്കണം. 1 വർഷക്കാലമുള്ള വ്രതം. എങ്ങനെയാ? എത്രയും ആത്മനി രാസതാപങ്ങളാൽ, അതായത് രാസതാപങ്ങൾ എന്ന് വെച്ചാൽ ആത്മനിഷേധപരമായ ക്ലേശങ്ങൾ മുഖാന്തരമുള്ള ഒരു വ്രതമാണ്. അതിൻ്റെ വ്രതത്തിൻ്റെ പേര് പുംസവന വ്രതം എന്ന അങ്ങനെ കണ്ട. അത് നാരായണത്തിൽ ഞാൻ വായിച്ചു. അപ്പോൾ അതെൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നുന്നു. ആ ഒരു വ്രതം പിടിച്ചാൽ
അതും മുടങ്ങാതെ പിടിക്കണം. മുടങ്ങിപ്പോയാൽ നേരെ തിരിയും. അതായത് ആ വ്രതം പിടിച്ചാൽ അത് മുടങ്ങാതെ കൃത്യനിഷ്ഠ അനുസരിച്ച് അത് പാലിച്ചാൽ മാത്രമേ അത്ര ശക്തിയേറിയ ഒരു മകനെ കിട്ടൂ. ആ വ്രതം മുടങ്ങിയാൽ എന്ത് വരും? നേരെ തിരിച്ച് ദേവന്മാരായി മാറും. അപ്പോൾ ഇന്ദ്രന് കൂട്ടുകാരാവും. ഇന്ദ്രൻ ദേവനാണല്ലോ, അങ്ങനെ തിരിഞ്ഞു വരും. അതുകൊണ്ട് ഇവിടെ പറയുന്നു, പുത്രനെ പ്രാർത്ഥിച്ച കാലത്ത് കശ്യപൻ എത്രയും ആത്മനെ രാസതാപങ്ങളാൽ ദുർധരമായ വ്രതം ധരിച്ചിടുവാൻ ധൃതി പൂണ്ട് അരുളി ചെയ്തീദൃശം. എങ്ങനെയാന്ന് പറയാം. സംവത്സരം കൊണ്ട് അവധി കൂടുന്നൊരു നിർമ്മലമാമൃതമുണ്ടത് ദീക്ഷിക്കിൽ മംഗലമേറ്റം ഭഗവത് പ്രിയങ്കരം. അങ്ങനെ നിർമ്മലമാകുന്നൊരു വ്രതമുണ്ട്. അത് ദീക്ഷിച്ചാൽ, അത് പിടിച്ചാൽ മംഗലം ഏറ്റം ഭഗവത് പ്രിയങ്കരമായ, ഭഗവാൻ അത്രമാത്രം പ്രിയമുള്ള, അത്രമാത്രം നല്ലൊരു വ്രതമാണ് ഈ എന്തോ പറയുന്നത്, പുംസവന വ്രതം. അത് മുടങ്ങാതെ ചെയ്താൽ എന്ത് വരും? ഭംഗ്യ വഹിച്ചു കൊള്ളാം നിനക്കെങ്കിലോ. അപ്പം മംഗലമായി നിർമ്മലമായിരിക്കുന്ന ഈ വ്രതം നമ്മൾ ദീക്ഷിക്കിൽ ഭഗവത് പ്രിയങ്കര, ഭഗവാന്റെ പ്രിയങ്കരമായി ഭംഗ്യ വഹിച്ചു കൊള്ളാം നിനക്കെങ്കിൽ ചിത്തഗതിക്ക് ഒത്ത പുത്രനുണ്ടായി വരും. നിന്റെ മനസ്സിന് ഒത്തവണ്ണുള്ളൊരു പുത്രനുണ്ടായി വരും. ഇത്തം പറഞ്ഞ് അനുഷ്ഠാന ക്രമങ്ങളും സദ്യോ മുതിർന്ന് ഗോപാംഗിക്ക് ഉപദേശിച്ച് അദ്യൻ മുഹുതാ താൻ ഗ്രഹിപ്പിച്ചരുളിനാൻ. അങ്ങനെ ഈ ഗോപാംഗി, ഈ ദിതിക്ക് ഭർത്താവായ കശ്യപൻ ഇതെല്ലാം പറഞ്ഞു കൊടുത്ത ഉപദേശങ്ങളെല്ലാം സദ്യോ മുതിർന്ന് ഗോപാംഗിക്ക് ഉപദേശിച്ച് അദ്യൻ മുത താൻ ഗ്രഹിപ്പിച്ചരുളിനാൻ. കശ്യപ പ്രജാപതി അത് മനസ്സിലാക്കി കൊടുത്തു. ഗർഭിണിയാം അവളും വ്രതം ദീക്ഷിച്ചാൻ ഉൾത്താരിലങ്ങതറിഞ്ഞു പുരന്തരൻ. അങ്ങനെ ഇങ്ങനൊരു വ്രതം പിടിച്ചപ്പോൾ ഇവർ ഗർഭിണിയാണ്. അപ്പം അവളും, അപ്പം ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ വേണം ഈ വ്രതം പിടിക്കാൻ. ഈ വ്രതം അങ്ങനെ ദീക്ഷിച്ചത് ആരറിഞ്ഞു? പുരന്തരൻ, അതായത് ഇന്ദ്രൻ അറിഞ്ഞു. ഗർഭിണിയാം അവളും വ്രതം ദീക്ഷിച്ചാൾ ഉൾത്താരിലങ്ങതറിഞ്ഞു പുരന്തരൻ. ഇന്ദ്രനാണ് പുരന്തരൻ അങ്ങനെ അറിഞ്ഞു. അയാൾ എന്ത് ചെയ്തു? യോഗബലേന, അതായത് അദ്ദേഹം യഥാർത്ഥത്തിൽ ഭാഗവതനായി അരികെ ഇങ്ങനെ വന്നു. ഈ യോഗബലം കൊണ്ട് അദ്ദേഹം പരിചരനായി, ഒരു ഭാഗവതനായി അരികെ മരുവിനാൻ. ഈ ദിതിയുടെ അടുക്കിലേക്ക് ഒരു ഭാഗവതനായി, നല്ല ഒരു ഭക്തനായി, ഭാഗവതൻ എന്ന് വെച്ചാൽ ഭഗവാനോളം പ്രിയമുള്ള ഒരാളായി പരിചരിക്കുന്ന രീതിയിൽ, ഈ ദിതിയെ സഹായിക്കുന്ന രീതിയിൽ അവർക്ക് വ്രതവും പൂജയും ഒക്കെ നല്ല ഒരു വ്രതം നോക്കുന്നവരല്ലേ. അപ്പോൾ അങ്ങനെ ഒരാളായിട്ട്, ഇന്ദ്രനായിട്ടല്ല വന്നത്, യോഗബലം കൊണ്ട് ആളുമാറാട്ടത്തിൽ വന്നത്. അല്ലെ, ഇന്ദ്രൻ വന്ന് അവർക്ക് അറിയാമല്ലോ ഇന്ദ്രനാണെന്ന്. അപ്പോൾ യോഗബലം കൊണ്ട് ഒരു പരിചാരകനെ പോലെ, ഒരു പരിചരനായ ഒരു ഭാഗവതനായ അരികെ മരുവിനാൻ, ഒരു ഭക്തനെ പോലെ, അങ്ങനെ യോഗബലം കൊണ്ട് അങ്ങനെ ഈ ദിതിയുടെ അടുക്കലേക്ക് വന്ന്. എന്താ കാരണം? ഇങ്ങനെ ഒരു ഗർഭിണി, എന്താ ഇവർ വ്രതം പിടിക്കുന്നു, ഇത് പുരന്തരനെ വധിക്കാനുള്ള വ്രതമാണെന്ന് ഈ ഇന്ദ്രൻ അറിഞ്ഞു. അപ്പോൾ ഇന്ദ്രന് മനസ്സിലായി ഇന്ദ്രനെ വധിക്കാനുള്ള വ്രതമാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും അതിനെ മുടക്കണ്ടേ? ആ വ്രതം മുടക്കിയെങ്കിലല്ലേ പറ്റൂ. അതിന് വേണ്ടിയിട്ട് ഇന്ദ്രൻ എന്ത് ചെയ്തു? ആൾമാറാട്ടത്തെ, അതായത് യോഗബലം കൊണ്ടൊരു പരിചരനായി, ഒരു ഭാഗവതനായി അരികെ മരുവിനാൻ. ഛിദ്രവും പാർത്ത് അതുകാലം ഒരു ദിനം. എന്താ ഛിദ്രം? എങ്ങനെയെങ്കിലും ഈ ഗർഭപിണ്ഡത്തെ ഛിദ്രിപ്പിക്കണം. അത് പാർത്തിരിക്കുക. അതിനുവേണ്ടി കാത്ത് ഇദ്ദേഹം അങ്ങനെ ഇവരുടെ കൂടെ അടുക്കത്തന്നെ നിന്ന് പരിചരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ ദിതിയൊക്കെ. അപ്പോൾ ദിതി ആളറിയുന്നുമില്ലല്ലോ. ഇവർ നിന്നിട്ട് ഇത് ഇന്ദ്രനാണെന്നൊന്നും ഈ ദിതിക്ക് അറിയത്തില്ലല്ലോ. അയാൾ ഒരു ഭക്തനെ പോലെ, ഒരു ഭാഗവതൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവത് ഭക്തനായിട്ട് ഒരു പരിചാരകനെ പോലെ ഈ ദിതി അടുക്ക് വന്ന് നിന്ന് എപ്പോഴാണ് ഇത് ഛിദ്രിപ്പിക്കാൻ പറ്റുന്നതെന്ന് പാർത്തിങ്ങനെ അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിനം അങ്ങനെ ഒരു ദിവസം വന്നു മുട്ടി. ഇദ്ദേഹത്തിന് അനുകൂലമായിട്ട് ഒരു ദിവസം വന്നു. എങ്ങനെയാ ഇതിനെ നശിപ്പിക്കാൻ, ഈ ഗർഭത്തെ. അങ്ങനെ ഒരു ദിനം നിദ്ര പൂണ്ടാൾ അവൾ സന്ധ്യയെങ്കിൽ തഥാ ശുദ്ധ അല്ലാതെ കിടന്നുറങ്ങും. അപ്പോൾ അങ്ങനെ ഈ സന്ധ്യാസമയത്ത് ഉറങ്ങിക്കൂടാത്ത സമയമാണ്. അവരെ അങ്ങ് വിധി ചിലപ്പോൾ അങ്ങനെ ഉറക്കിയതാവാം. അവർ ഇന്ദ്രനെ വധിക്കാനുള്ള വിധി ഇല്ലെങ്കിൽ അങ്ങനെ വരാമല്ലോ. ഇന്ദ്രൻ ദേവനല്ലേ.
അപ്പോൾ അങ്ങനെ ഒരു ബാധിക്കത്തക്കോണുള്ളൊരു കാര്യം വരേണ്ടതല്ല. കാരണം ഇവിടെ ഹിരണ്യാക്ഷനെയും ഹിരണ്യകശിപുവൊക്കെ വധിക്കാൻ കാരണം അവരുടെ കയ്യിലെ അസുരന്മാരല്ലേ. അവർ ചെയ്യുന്ന ദുഷ്പ്രവൃത്തി കൊണ്ടാണ് ഭഗവാൻ അവിടെ അവരെ വധിച്ചത്. അത് ഒരു തെറ്റാണോ? അതിന് ഇന്ദ്രനെ പഴി പറഞ്ഞിട്ട് ഇന്ദ്രനെ വധിക്കാൻ ചിലപ്പം വിധി അങ്ങനെ വരത്തില്ല. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ വരാൻ കാരണം. ഇവർ നിദ്ര പൂണ്ട് സന്ധ്യാസമയത്ത് അവർ ഉറങ്ങിപ്പോയി. എങ്ങനെയാ? ശുദ്ധയല്ലാതെ അവർ മുഖമോ കാലോ ഒക്കെ കഴുകാതെ പോയി കിടന്ന് ഉറങ്ങി. നിദ്ര പൂണ്ടാൾ അവൾ സന്ധ്യയെങ്കിൽ തഥാ ശുദ്ധയല്ലാതെ കിടന്നുറങ്ങും ദിതി തൻ ജഠരെ വജ്രപാണിയായി ചെന്നവൻ. അപ്പോൾ ജഠരം എന്ന് വെച്ചാൽ എനിക്കൊന്ന് ഉദരമാണെന്നാ. അപ്പോൾ ആ കിടന്ന് ഉറങ്ങിയ സമയത്ത് ദിതിയുടെ അടുക്കെ തൻ ജഠരത്തിൽ, അതായത് ഉദരത്തിൽ അവൾക്ക് യോഗബലം ഉണ്ടല്ലോ. അങ്ങനെ ഈ ഉദരത്തിൽ കയറിയ ദിതി അറിയത്തൊന്നുമില്ല. നേരെ അങ്ങ് ഉദരത്തിലേക്ക് കയറി വജ്രപാണിയായി ചെന്നവൻ. അദ്ദേഹത്തിന് വജ്രായുധമുണ്ട്. വജ്രായുധം കൊണ്ട് പാണിയിൽ അത് കയ്യിൽ വജ്രായുധം വെച്ചും കൊണ്ടാണ് അവിടെ ഉദരത്തിൽ കയറി ചെന്നിട്ട് എന്ത് ചെയ്തു? തൻ ജഠരെ വജ്രപാണിയായി ചെന്നവൻ 7 നുറുക്കിനാൻ ഗർഭപിണ്ഡത്തെ. അങ്ങ് 7 കുമാരരായി നിന്ന് കേണാരവർ. അപ്പോൾ ആ ഉദരത്തിൽ കിടക്കുന്ന ഗർഭപിണ്ഡത്തെ 7 നുറുക്കി കഷ്ണമായിട്ട് 7 കഷ്ണങ്ങളാക്കി. ഈ 7 കുമാരന്മാർ നിന്ന് കരഞ്ഞു. ഈ 7 കുമാരന്മാരും അവിടെ നിന്ന് കരഞ്ഞു. കേഴായ്വിനെന്നു പറഞ്ഞ് 7 പേരെയും 7 ഖണ്ഡങ്ങളാക്കിനാൻ പിന്നെയും. അങ്ങനെ ഇന്ദ്രൻ എന്ത് ചെയ്തു? ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഈ പുരന്തരൻ എന്ന് പറയുന്നതാണ് ഇന്ദ്രൻ്റെ യഥാർത്ഥ രൂപത്തിലല്ലല്ലോ ഇത്. അയാളുടെ യോഗബലം കൊണ്ട് ഇത് ദിതി അറിയുന്നതേ ഇല്ല. ഈ ഉദരത്തിൽ കയറി ഇങ്ങനെ കണ്ടിരിക്കുന്ന ഒന്നും തന്നെ അറിയുന്നില്ല. അങ്ങനെ ഈ കുഞ്ഞുങ്ങൾ 7 അത് കരയാതിരിക്കൂ, കേഴായ് എന്ന് പറഞ്ഞാൽ കരയണ്ട എന്ന് പറഞ്ഞ് 7 പേരെയും എന്ത് ചെയ്തു? വീണ്ടും ഓരോ കഷ്ണങ്ങൾ വീണ്ടും 7 കഷ്ണങ്ങളാക്കി. 7 പേരെ 7 കഷ്ണങ്ങളാക്കുമ്പോൾ 7 49 കഷ്ണങ്ങളായി. അപ്പോൾ പറഞ്ഞ് കരയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് 7 ഖണ്ഡങ്ങളാക്കി ഞാൻ പിന്നെയും. അപ്പോൾ ഓരോ ഖണ്ഡത്തെയും 7, പിന്നൊരു ഖണ്ഡത്തെ 7, ഇങ്ങനെ 7 ഖണ്ഡവും 7 വീതം ഖണ്ഡങ്ങളാക്കി. 7 പേരും തൊഴുതുടൻ കേഴുമ്പൊഴുത് ഇന്ദ്രനോട് ചൊല്ലിനാൻ. കേഴുമ്പൊഴുത് ഇന്ദ്രനോട് പറയുന്നു. ആരാ? ഈ കുഞ്ഞുങ്ങൾ 49 പേരും കൂടെ കരഞ്ഞും കൊണ്ട് ഇന്ദ്രനോട് പറയുന്നു. ഭ്രാതാക്കളായതു ഞങ്ങൾ നിനക്കിനി പാഹി ജഗൽ പ്രഭു. ഞങ്ങളെ നീമുതാ. ഞങ്ങൾ ഭ്രാതാക്കളാണ്, അതായത് ഇന്ദ്രൻ്റെ അനുജന്മാരാണ്. ഭ്രാതാക്കൾ എന്ന് വെച്ചാൽ അവർ ജ്യേഷ്ഠനും അനിയനുമായിട്ട് വരും. അപ്പോൾ ഇന്ദ്രൻ മൂത്തവനല്ലേ. അപ്പോൾ അതിൻ്റെ ഭ്രാതാക്കൾ സഹോദരങ്ങൾ. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെല്ലാം ഇന്ദ്രൻ്റെ അനുജന്മാരാകുന്നു. എന്താ കാരണം? വ്രതം മുടങ്ങിപ്പോയല്ലോ. വ്രതം മുടങ്ങിയാൽ എന്തായി വരും? ദേവന്മാരാകുമെന്നാണ് വ്രതത്തിൻ്റെ നമ്മൾ ആദ്യം വായിച്ചത്. ആ വ്രതം മുടങ്ങിയില്ലെങ്കിൽ അസുരനായി വരും, ശക്തിയേറിയ ഒരു മകനായി. പക്ഷേ ഇവിടെ ഇന്ദ്രൻ അതിനകത്ത് കയറി ദ്രോഹിച്ചപ്പോൾ വ്രതം മുടങ്ങിയില്ലേ. അപ്പോഴെന്ത് വന്നു? അതുമല്ല, അവർ ഒരു നാളും കൂടെ നിന്ന് ഉറങ്ങുകയും ചെയ്ത് ആ സമയത്ത് ശുദ്ധയില്ലാതെ. കാരണം ഉറങ്ങാൻ നേരത്ത് കാലും കൈയും മുഖമെല്ലാം കഴുകിയിട്ട് വേണ്ടേ കിടന്ന് ഉറങ്ങാൻ. അപ്പോൾ ശുദ്ധയില്ലാതെ കിടന്ന് ഉറങ്ങുകയും കൂടെ ചെയ്തു. അതൊക്കെ വ്രതത്തിന് ഹാനികരമല്ലേ. അപ്പോൾ എന്ത് വന്നു? ഈ കുഞ്ഞുങ്ങളെ എന്തിനാ ഞങ്ങളിങ്ങനെ ചെയ്യുന്നത്? ഞങ്ങൾ അങ്ങയുടെ ഭ്രാതാക്കളല്ലേ. ഭ്രാതാക്കളായതു ഞങ്ങൾ നിനക്കിനി പാഹി ജഗൽപ്രഭു. ഞങ്ങളെ നീ മുതാ. ഞങ്ങളെ കൊല്ലല്ലേ. ഞങ്ങൾ നിങ്ങളുടെ ഭ്രാതാക്കളാണ്, സഹോദരങ്ങളാണ്, അനുജന്മാരാണ് എന്ന് പറഞ്ഞു തൊഴുത് അവർക്ക് ഇന്ദ്രനും അന്ന് അഭയം കൊടുത്ത് ഒന്നിച്ച് സാദരം. അങ്ങനെ തൊഴുത് പറഞ്ഞിട്ട് അഭയമൊക്കെ കൊടുത്ത് സാദരം. പിന്നെ പുറത്ത് പോന്നിടാൻ അഞ്ചസ. അങ്ങനെ പുറത്ത് അതെല്ലാം കഴിഞ്ഞിട്ട് അകത്ത് നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വന്ന് ഇതെല്ലാം ചെയ്തിട്ട് പിന്നാലെ പോന്നാർ മരുത്തുകളും തഥാ. അപ്പോൾ എന്ത് വന്നു? ഈ ഇന്ദ്രൻ യോഗബലം കൊണ്ടാണല്ലോ ഉള്ളിനകത്ത് കയറി ഇതത്രയും ചെയ്തത്. അപ്പോൾ അവിടെ ഇതെല്ലാം നടത്തിക്കൂട്ടി 49 കഷ്ണങ്ങളുമാക്കിയിട്ട് ഇദ്ദേഹം അവിടെ നിന്ന് വെളിയിൽ വന്നു. അതിന് പുറകെ പോന്നാർ മരുത്തുകളും അവരും വെളിയിൽ വന്നിട്ട് ഇങ്ങനെ ഖണ്ഡിതരായ മരുത്തുകൾ തങ്ങൾക്ക് ചെമ്മേ ഭഗവത് അനുഗ്രഹാൽ വന്നീല നാശം. അസുരഭാവം കളഞ്ഞ്. അപ്പോൾ എന്തു വന്നു? അസുരഭാവവും പോയി, വ്രതം മുടങ്ങി. അപ്പോൾ അസുരനായിട്ട് വരത്തില്ല, പിന്നെ ദേവനായിട്ട് വന്ന കുഞ്ഞുങ്ങളെല്ലാം. അപ്പോൾ ഇങ്ങനെ ഖണ്ഡിതരായ മരുത്തുകൾ 49 പേരും തങ്ങൾക്ക് ചെമ്മേ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്, അത് അത്രമാത്രം ശുദ്ധിയേറിയ ഒരു പ്രത്യേക വ്രതമായിരുന്നു. ആ വ്രതത്തിന് അത്ര
ശക്തിയുള്ളൊരു വ്രതമാണ്. ഇപ്പോൾ മുടങ്ങിയാലും ഇങ്ങനെ ആയാലും ആ കുഞ്ഞുങ്ങൾക്ക് ആ ശക്തിയുണ്ട്. പക്ഷെ ദേവനായി പോവും, അസുരനാകത്തില്ല. അതുകൊണ്ട് തങ്ങൾക്ക് ചെമ്മേ ഭഗവത് അനുഗ്രഹാൽ വന്നീല നാശം. അസുരഭാവവും കളഞ്ഞ് അനുചാരികൾ, ഇന്ദ്രൻ്റെ അനുചാരികൾ ആയിട്ട്. അപ്പോൾ ഇന്ദ്രന് സ്വന്തം അനുജന്മാർ, ഭ്രാതാക്കൾ, അവർ ഇന്ദ്രന് സഹായികളായി അനുചാരികൾ ശുദ്ധരായാർത്തുല്ലോ, അവർ ശുദ്ധരായി മാറി. അപ്പോൾ 49 മരുത്തുകൾ ദേവന്മാരുടെ കൂടെ ഇന്ദ്രനോടാകുമ്പോൾ 50 പേരായില്ലേ ദേവന്മാർ. അങ്ങനെ വന്നീല നാശം. എന്താ, അവരാരും മരിച്ചില്ല. ഇത്രയെല്ലാം വെട്ടി തുണ്ടമാക്കിയിട്ടും കുഞ്ഞുങ്ങൾ മരിച്ചില്ല. അവരെല്ലാം എത്ര കഷ്ണമുണ്ടോ അത്രയും കുമാരന്മാരായി, കുഞ്ഞുങ്ങളായി. അത് ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് അവരാരും നാശം ഭവിച്ചില്ല. എന്നിട്ടോ അസുരഭാവവും കളഞ്ഞ് ഇന്ദ്ര അനുചാരികൾ ശുദ്ധരായാർ തുലവും. ഇന്ദ്രൻ്റെ അനുചാരന്മാരായിട്ട് തന്നെ അവർ ശുദ്ധരായി കഴിഞ്ഞു. അത്ര മഹത്വമുള്ള ഒരു വ്രതം എന്ന അത്യാദരേണ കേട്ട് ഉത്തമ ഭൂവരൻ. അത്രമാത്രം മഹത്വമുള്ളതാണ് ഈ എന്താ പറയുന്ന പുംസവന വ്രതം. അത്ര മഹത്വമുള്ള ഒരു വ്രതം എന്നത് അത്യാദരേണ കേട്ട് ഉത്തമ ഭൂവരൻ. വിദ്രുതം വിസ്തരിച്ചൊക്കവേ കേട്ടുടൻ ഉൾത്താരിൽ തെളിഞ്ഞു ഭഗവത് അനുഗ്രഹാൽ. ദുഷ്കൃതമൊക്കെ ഒഴിഞ്ഞ് അതിശുദ്ധനായി ആരാണ്? പരീക്ഷിത് മഹാരാജാവ്. ഇത്രയും കേട്ടപ്പോൾ ഇത്രയും മഹത്വമുള്ള ഈ വ്രതം അത്യാദരണ കേട്ടു ഭൂവരൻ, ഉത്തമ ഭൂവരൻ. അതായത് ഇത് ആരാ ചോദിക്കുന്നത്, ഇത് അറിയണമെന്ന്? ഈ പരീക്ഷിത് മഹാരാജാവാണ് ഇതെല്ലാം അറിയാൻ വേണ്ടി ചിത്രകേതുവിൻ്റെയൊക്കെ കാര്യങ്ങളും ഇതെല്ലാം വീണ്ടും വീണ്ടും അറിയണം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും ചോദിക്കുന്ന ശ്രീശുക മഹാമുനിയാണ്. അദ്ദേഹം പരീക്ഷത്തിനോടാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. ദിതിയുടെ മക്കളുടെ കാര്യങ്ങളും രണ്ടാമത്തെ ഈ പുത്രന്മാരുടെ കാര്യങ്ങളൊക്കെ ശുഗമഹാമുനി ശ്രീ പരീക്ഷത്തിന് കൊടുത്തപ്പോൾ ആ ഭൂവരൻ പരീക്ഷത്ത് പറയുന്നു വിദ്രുതം വിസ്തരിച്ചൊക്കവേ കേട്ട്. ഇതെല്ലാം ശ്രീ ശുഗമഹാമുനി പറഞ്ഞെല്ലാം വിസ്തരിച്ച് മൊത്തം അവർ കേട്ടിട്ട് ഉൾത്താർ തെളിഞ്ഞു. ആർക്കാണ്? പരീക്ഷിത് മഹാരാജാവിന്. കാരണം ഇത്രയും ഭഗവത് ഭക്തന്മാരായി എന്തെല്ലാം രീതിയിലാണ് അറിവ് വർദ്ധിക്കുന്നറിയാമോ? ഈ പരീക്ഷിത് മഹാരാജാവിന് ശ്രീ ശുഗമഹാമുനിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കും തോറും അദ്ദേഹം ചിത്തം തെളിഞ്ഞ് ഭഗവത് ഭക്തനായി മാറിക്കൊണ്ടിരിക്കുന്നു. ഉൾത്താർ തെളിഞ്ഞു. ഉൾത്താർ തെളിയുന്നത് എങ്ങനെയാ? ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഇങ്ങനെയൊക്കെ ആണല്ലോ എന്ന് കേൾക്കുമ്പോൾ നമ്മളായിട്ടങ്ങ് തീരും. നമ്മളാണല്ലോ എന്നാണ് എന്താ നമ്മുടെ ഉള്ളം തെളിയുന്നു. അപ്പോൾ പരീക്ഷിത് മഹാരാജാവ് എങ്ങനെ തെളിയുന്നു? അത് നമ്മളും തെളിയുന്നു. അപ്പോൾ നമ്മളും മനസ്സിലാക്കണം, ദൈവമേ നമുക്കും ഒരു പ്രത്യേക അനുഭൂതി നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ അരിച്ചിറങ്ങുന്നല്ലോ ഇതൊക്കെ കേൾക്കുമ്പോൾ. അപ്പോൾ അതുപോലെ ഇവിടെ തെളിഞ്ഞു. ആർക്കാ? ഉപദേശം കേട്ടപ്പോൾ ശ്രീ പരീക്ഷിത് മഹാരാജാവിന്. അങ്ങനെ ഉൾത്താർ തെളിഞ്ഞു ഭഗവത് അനുഗ്രഹാൽ ദുഷ്കൃതമൊക്കെ ഒഴിഞ്ഞ് അതിശുദ്ധനായി. അങ്ങനെ ഇതെല്ലാം കേട്ടപ്പോൾ ദുഷ്കൃതങ്ങളെല്ലാം പോയി. ആരുടെയാ? പരീക്ഷിത് മഹാരാജാവിൻ്റെ. അതാ മറ്റുള്ളവരുടെ കഥകൾ കേൾക്കുമ്പോൾ നമുക്കുള്ള ഉള്ളം തെളിഞ്ഞ് ശുദ്ധരാകണം. ഇത് മക്കൾ മനസ്സിലാക്കുന്നുണ്ടോ? ഈ കഥകളൊക്കെ മറ്റു കാര്യങ്ങൾ ആരുടെയൊക്കെയോ കഥകൾ ഇവിടെ നമുക്ക് വേണ്ടി പറയുന്നു. അപ്പോൾ നമ്മൾ അവരായി മാറണം. അപ്പോൾ നമ്മളുടെ പരീക്ഷിത് മഹാരാജാവ് നമ്മൾ മാറണം. അദ്ദേഹത്തിന് എങ്ങനെ ഉൾത്താർ തെളിഞ്ഞു? അതുകൊണ്ട് നമ്മുടെ ഉള്ളവും പ്രകാശിക്കണം. അപ്പോഴാണ് ഇത് കേട്ടിട്ട് ഇതിൽ മനസ്സിലായി, അയ്യോ നമ്മളും അതുപോലെ ആയല്ലോ. അപ്പോൾ നമുക്ക് സന്തോഷവും സങ്കടവും ഒക്കെ ഭഗവാനോട് വരും. എന്താ, ഞാനും അങ്ങനെ ആയി ഭഗവാനെ, എനിക്കും അങ്ങനെയൊക്കെ വന്നല്ലോ, അനുഗ്രഹം എന്നിലും വന്നല്ലോ. അങ്ങനെ നമുക്ക് ഭഗവാനോട് ഒരു പ്രത്യേക എന്താ കണ്ണുനീര് വരുന്നേ? സന്തോഷം, ആനന്ദ കണ്ണുനീര്. അങ്ങനെ ദുഷ്കൃതമൊക്കെ ഒഴിഞ്ഞ് അതിശുദ്ധനായി ഭക്തപ്രിയനായാൽ അനുദിനം ഭക്തനായി അത്രമാത്രം പ്രിയനായി. ഭഗവാൻ ഭക്തപ്രിയനാണ്, ഭഗവാൻ നാരായണൻ. അപ്പോൾ ഭക്തപ്രിയന് അത്രത്തോളം പ്രിയനായി അനുദിനം ദിനം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപദേശങ്ങൾ ഇങ്ങനെല്ലാം കേട്ട് ശ്രീ പരീക്ഷിത് മഹാരാജാവ് ശ്രീശുക മഹാമുനിയുടെ ഉത്തരങ്ങളും ഉപദേശങ്ങളും ഇങ്ങനെ കേട്ട് വന്ന് അദ്ദേഹം അതിശുദ്ധനായി, ഹൃദയമെല്ലാം ശുദ്ധമായി, എല്ലാ ദോഷവും മാറി അതിശുദ്ധനായി അനുദിനവും വർദ്ധിച്ചു വരുന്നു. വെട്ടി നുറുക്കി കളഞ്ഞവരും ബലാൽ നഷ്ടരായി വന്നേൽ അനുഗ്രഹശക്തിയാൽ. ഭഗവാന്റെ അനുഗ്രഹശക്തി കൊണ്ട് ഈ വെട്ടി നുറുക്കി 49 കഷ്ണമാക്കിയിട്ട് ഒന്നും നഷ്ടമായി പോയില്ല.
അതുമെല്ലാം വന്ന് അനുഗ്രഹം ഭഗവാന്റെ ശക്തി അനുഗ്രഹാൽ വന്ന് ഇത്തം അനുഗ്രഹ സാധനം പോഷണം. ഇത് പോഷണത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഇത്തം അനുഗ്രഹ സാധനം പോഷണം ഭക്തിയാ ചുരുക്കി പറഞ്ഞാൾ കിളിമകൾ. അത് ഇത്രയും ചുരുക്കമായി പറഞ്ഞു കൊടുത്തു. ആരാണ്? പരീക്ഷത്തിനാണ് ഇതെല്ലാം കേട്ടത്. അദ്ദേഹമാണ് ചോദിച്ചത്, എനിക്കിനിയും കേൾക്കണം ഈ കാര്യങ്ങളൊക്കെ. അങ്ങനെ പരീക്ഷിത മഹാരാജാവിനോട് ശ്രീശുക മഹാമുനി പറഞ്ഞു, നമ്മളും ഇത് കുറച്ചറിഞ്ഞു, അറിയാമണ്ണം അറിഞ്ഞു. നന്നായി അറിയാൻ എനിക്കറിയത്തില്ലല്ലോ. ഇത്രയൊക്കെ തന്നെ വലിയ കാര്യമാണെന്ന് ഞാൻ ഭഗവാന്റെ അനുഗ്രഹമെന്നേ എനിക്ക് പറയാൻ പറ്റും. അല്ലാതെ എനിക്ക് അറിയത്തില്ലല്ലോ. ഇതെന്നെ ശരിയോ തെറ്റോ എന്നും ഭഗവാൻ അറിയാം, എനിക്കറിയില്ല. അതുകൊണ്ട് ഇതെല്ലാം ഭക്തിയാ ചുരുക്കി പറഞ്ഞാൽ കിളിമകൾ. ഇത് ശ്രീ മഹാഭാഗവതേ മഹാപുരാണേ സൂതശൗനക സംവാദേ ഷഷ്ടസ്കന്ധ സമാപ്ത. നമുക്കിനി നാളെ അടുത്ത ദിവസം സപ്തമസ്കന്ധം വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.